ഇന്ത്യൻ വംശജനായ ഖുഷ് ദേശായിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി. വൈറ്റ് ഹൌസിലെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഓഫീസിൽ ചുമതലയേൽക്കും ഖുഷ് ദേശായി. ദേശായിയോടൊപ്പം മറ്റ് 2 ഇന്ത്യൻ അമേരിക്കക്കാരെയും ട്രംപ് പ്രധാന ചുമതലകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ ഇന്ത്യക്കാർ? ഒന്ന് പരിശോധിക്കാം. മാധ്യമപ്രവർത്തകനായിരുന്ന ഖുഷ് ദേശായി ഡാർട്ട്മൌത്ത് കോളേജിൽ നിന്ന് ആർട്സിൽ ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട്. വിഖ്യാതമായ ജെയിംസ് ഫ്രീഡ്മാൻ പ്രസിഡൻഷ്യൽ റിസർച്ച് സ്കോളർഷിപ്പും ഇതിനിടയിൽ ഖുഷ് ദേശായി സ്വന്തമാക്കി. വാഷിംഗ്ടൺ DC-യിലുള്ള പ്രാദേശിക ന്യൂസ് ഏജൻസിയിൽ റിപ്പോർട്ടറായിട്ടാണ് ദേശായി കരിയറിന് തുടക്കമിട്ടത്. 2017 ജൂലൈ മുതൽ 2018 മാർച്ച് വരെയുള്ള 10 മാസക്കാലം ദേശായി അവിടെ ജോലി ചെയ്തു. 2018 ഏപ്രിലിൽ റിപ്പബ്ലിക്കൻ ദേശീയ കമ്മിറ്റിയിൽ റിസർച്ച് അനലിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. 2019 ഡയറക്ടർ തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടിയ ദേശായി പിന്നീട് ഗവൺമെന്റ് സ്ഥാപനമായ അയോവ കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ സ്ഥാനത്തെത്തി. 2.5 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിന് മുൻപ് റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷന്റെ ഡെപ്യൂട്ടി കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി, ഡെപ്യൂട്ടി ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് ആൻഡ് പെൻസിൽവാനിയ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വിംഗ് സംസ്ഥാനങ്ങളിൽ ട്രംപിന്റെ പ്രചാരണ തന്ത്രങ്ങളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഖുഷ് ദേശായി. ഇംഗ്ലീഷിനൊപ്പം ഗുജറാത്തിയിലും പ്രാവീണ്യമുണ്ട് ഖുഷ് ദേശായിക്ക്. ട്രംപ് ഭരണകാലത്ത് നിർണായക ചുമതലകളിലേക്ക് മറ്റ് 2 ഇന്ത്യൻ വംശജരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യാന്തര നയതന്ത്ര വിദഗ്ധനായ റിക്കി ഗില്ലാണ് ഒന്ന്. ദേശീയ സുരക്ഷാ കൗൺസിലിലേക്കാണ് ഗില്ലിന്റെ നിയമനം. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും ഗില്ല് സുരക്ഷാ കൗൺസിലിന്റെ ഭാഗമായിരുന്നു. NSCയിലെ ചുമതലകൾക്ക് പുറമെ ബ്യൂറോ ഓഫ് ഓവർസീസ് ബിൽഡിംഗ്സ് ഓപ്പറേഷനിൽ സീനിയർ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. ജോ ബൈഡൻ റദ്ദാക്കിയ കീസ്റ്റൺ XL പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുവന്ന TC എനർജിയുടെ ഉപദേശകനായിരുന്നു പിൽക്കാലത്ത് ഗിൽ. ട്രംപ് ഭരണകൂടം പ്രോത്സാഹനം നൽകിയിരുന്ന പദ്ധതിയാണ് കീസ്റ്റോൺ XL പൈപ്പ് ലൈൻ. ന്യൂജേഴ്സിയിലെ ലോഡിയിലാണ് ഗിൽ ജനിച്ചത്. കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ബിരുദവും ഗിൽ സ്വന്തമാക്കി. ബംഗളൂരുവിൽ ജനിച്ച സൗരഭ് ശർമ്മയാണ് 2ാമത്തെ ഇന്ത്യൻ വംശജൻ. പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിലാണ് ശർമ്മയുടെ നിയമനം. വാഷിംഗ്ടൺ DC കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൺസർവേറ്റീവ് സംഘടനയായ അമേരിക്കൻ മൊമെന്റിന്റെ പ്രസിഡന്റും സ്ഥാപക നേതാവുമാണ് സൗരഭ് ശർമ്മ. 2019 ടെക്സസ് സർവകലാശാലയിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ബിരുദം നേടിയപ്പോൾ യങ് കൺസർവേറ്റീവ്സ് ഓഫ് ടെക്സസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനായിരുന്നു ശർമ്മ. കോളേജ് ക്യാമ്പസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പാക്കുന്നതിന് വേണ്ടി ട്രംപ് എക്സിക്യൂട്ടീവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിച്ച 10 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സൗരഭ് ശർമ്മ. നിരവധി ഇന്ത്യൻ വംശജരെയാണ് തന്റെ 2ാം വരവിൽ ട്രംപ് ഒപ്പം നിർത്തിയിരിക്കുന്നത്. FBI ഡയറക്ടറായി കാഷ് പട്ടേൽ, നിർമ്മിത ബുദ്ധിയിലെ നയ ഉപദേഷ്ടാവായി ശ്രീറാം കൃഷ്ണൻ, നീതിന്യായ വകുപ്പിൽ സിവിൽ റൈറ്റ്സ് അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി ഹർമീത് ദില്ലൺ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായി ജയ് ഭട്ടാചാര്യ എന്നിവരെ നേരത്തെ തന്നെ ട്രംപ് നിയമിച്ചിരുന്നു.